ഇന്നിപ്പോൾ സമയം രാവിലെ 4 മണിയായി. ഞങ്ങൾ ഏകദേശം 4:15 ഇവിടുന്ന് പോകാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഡൽഹി ടു കേരള ട്രിപ്പ് അവസാനിപ്പിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേരള ടു ഡൽഹി തിരിച്ചു പോവുകയാണ്. ഒരു 4:15 ആകുമ്പോഴേക്ക് പോകും. വണ്ടിയെല്ലാം റെഡിയാക്കി എല്ലാം ചെക്ക് ചെയ്തു, വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ഇനി ഞങ്ങൾ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇത്തവണ വേറൊരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. അതായത് മംഗലാപുരം, ഉടുപ്പി, താനെ, ഉദയ്പൂർ, ജയ്പൂർ അങ്ങനെയുള്ള വഴിയാണ് പോകുന്നത്. 2 ഹൈവേകളാണ്, അതിൽ കൂടിയാണ് ഇത്തവണ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞാനെല്ലാം പറഞ്ഞു തരാം. ഇങ്ങോട്ട് നമ്മൾ ഡൽഹി ടു കേരള വന്നപ്പോഴേക്കും ഒരുപാട് ടോളിനെ പറ്റിയൊക്കെ കൂടുതൽ പറഞ്ഞു. ഇത്തവണ അങ്ങോട്ട് പോകുമ്പോൾ ടോളിനെ പറ്റി കുറച്ചേ പറയത്തുള്ളൂ. ബാക്കി എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറയാം. ഞാൻ എൻ്റെ ഡൽഹി ടു കേരള ട്രിപ്പിൻ്റെ 3 പാർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. കൂടാതെ ഇത്തവണ ഞങ്ങൾ 13-ാം തീയതിയാണ് അവിടുന്ന് പോകുന്നത്. 13/3 പോകുന്നത്. മാർച്ച് മാസത്തിൽ 3.5 ദിവസം കൊണ്ട് ഞങ്ങളിവിടെ എത്തി. ഇനി അങ്ങോട്ട് തിരിച്ച് ഏപ്രിൽ 3-ാം തീയതിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇപ്പോൾ തിരിക്കുന്നത്. ഇത് 3.5 ദിവസം പിടിക്കുമായിരിക്കും. ഇത് പുതിയ റൂട്ടിലൂടെയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് എഴുതി ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേന് ഞങ്ങൾ പോകും. ഇന്ന് ഏപ്രിൽ 3 രാവിലെ 3:15 മണിയായി. ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. കേരള ടു ഡൽഹി. ആദ്യം പോകുന്നത് കാർവാറാണ് ഞങ്ങളിപ്പോൾ മാപ്പിൽ വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ച ശേഷം സ്റ്റാർട്ടാക്കും. ഇത് സെൻറ്റ് ജോസഫ് ചർച്ച് മീൻകുന്നമാണ്. അങ്ങനെ ഞങ്ങൾ 5:30 ആയപ്പോഴേക്ക് അങ്കമാലി എത്തി. അങ്കമാലി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60 കിലോമീറ്റർ കഴിഞ്ഞു. മുതൽ രാത്രി ആയതുകൊണ്ട് അധികം ദൂരം ഓടിയെത്താൻ പറ്റിയില്ല. വഴിയെല്ലാം വളരെ വളഞ്ഞുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. ഇപ്പോൾ വണ്ടിയൊക്കെ തിരക്ക് കൂടിയിട്ടുണ്ട്. ഇനി തൃശ്ശൂരിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിന് ഇനി ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ട്. ഇത് ചാലക്കുടി ടൗൺ എത്തിയിരിക്കുകയാണ്. എന്താടാ അമ്മാവന്? ഹനുമാന്റെ പ്രതിമയായിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഹനുമാനാണെന്ന് തോന്നുന്നു. ഹനുമാൻ തന്നെ. ഏതൊക്കെയാലും കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. കുറ്റിപ്പുറം അവിടെ ഏതോ നദിയാണ്. 7:45 സമയം. ഏകദേശം 155 കിലോമീറ്റർ ഓടി. അങ്ങനെ കുറ്റിപ്പുറം എത്തിയിരിക്കുകയാണ്. കോഴിക്കോടിന് ഇനി 40 കിലോമീറ്ററും കൂടി ദൂരമുണ്ട്. ഞങ്ങൾ തിരൂർ എത്തിയേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:15. ഇത് കോഴിക്കോടിന് മുമ്പുള്ള സമുദ്രത്തിൻ്റെ തീരമാണ്. അങ്ങനെ നമ്മൾ സമുദ്ര തീരത്തൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഒരുപാട് മത്സ്യ ബോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം കൂടി കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നായിരിക്കും മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. KFC എന്ന് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് CFC ആണ്. CFC ബ്രോസ്റ്റാണ്. എത്തിയിരിക്കുകയാണ്. സിറ്റി കയറുന്നില്ല, എങ്കിലും സിറ്റിയുടെ ഭാഗം തന്നെ ഇത്. ഞങ്ങളിപ്പോൾ കണ്ണൂർ എത്തിയില്ല. ഇപ്പം മണി 12 കണ്ണൂർ എത്തിയില്ല. കണ്ണൂരിന് ഇനി ഒരു 32 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത്. എല്ലായിടത്തും ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വഴി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇനി കാസർഗോഡ് വരെ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ കോഴിക്കോട് വഴി ഇങ്ങോട്ട് പോരുന്നത് നാഷണൽ ഹൈവേ 66 ആണ്. അതിലാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇത് സമുദ്ര തീരത്തുകൂടിയുള്ള ഒരു വഴിയാണ്. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ സമുദ്ര തീരത്തുകൂടിയുള്ള വഴിയാണ്. ഇതിലാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും കുറച്ചിട കൺസ്ട്രക്ഷൻ നടക്കും, പിന്നെ കുറച്ചിട നല്ല വഴി, പിന്നെ കുറച്ചിട കൺസ്ട്രക്ഷൻ. അങ്ങനെയാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ഒരു നല്ല വഴി കയറി. അവസാനം നമ്മൾ നല്ലൊരു ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. കണ്ണൂർ എത്തിയില്ല. ഇനി 30 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു പിന്നെയും കാണിക്കുന്നത്. 30 കിലോമീറ്റർ കൂടിയുണ്ട് കണ്ണൂരിന്. നമ്മളിപ്പോൾ ഒരു അടിപൊളി ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ. അങ്ങനെ നമ്മൾ NH66 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡ്, കാണാനും രസം, അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാനും രസം. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് കാലിൻ്റെ ഊപ്പാട് വന്നു. ഇനി അടുത്ത ചൊക്ലി, മാഹി ഇതൊക്കെയാണ് ഇല്ലേ വരുന്നത്. അടിപൊളി റോഡ്. റോഡിൻ്റെ 2 സൈഡിലും നല്ല അടിപൊളിയായിട്ട് തെങ്ങും തോട്ടങ്ങളാണ്. മുഴുവൻ നല്ല തേങ്ങയൊക്കെ ആയിട്ട് നല്ല തെങ്ങും തോട്ടം. വഴി കാണാൻ തന്നെ നല്ല രസം. വഴിക്ക് നിലത്തോട്ട് കിടന്നാൽ ചുരുളാൻ തോന്നുന്നു, അത്രയ്ക്ക് സൂപ്പർ വഴി. കണ്ണൂർ. പള്ളൂരിന് അങ്ങോട്ട് തിരിഞ്ഞു പോകണം, കണ്ണൂരിന് നേരെ പോകണം. ഇനി കണ്ണൂരിന് 15 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇട വന്ന് ഡൈവേർഷൻ പിന്നെ കാണിച്ചു. ഇപ്പം ചെറിയ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നില്ലല്ലോ, ഇവിടുത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. പഴയ ഒരു അംബാസഡർ പോണ് KL11S7758. ഒത്തിരി കാലം കൂടി ഈ മോഡലിലുള്ള ഒരെണ്ണം കാണുക. അങ്ങനെ നമ്മൾ കാസർഗോഡ് ക്രോസ് ചെയ്തെങ്കിലും ഇവിടുത്തെ ഈ നാഷണൽ ഹൈവേയുടെ പണിയൊട്ടും 66-ൻ്റെ പണിയൊട്ടും തീർന്നിട്ടില്ല. വീണ്ടും ഞങ്ങൾ അതേപോലെ തന്നെ സൈഡ് വഴി ചെറിയ വഴികളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 400 കിലോമീറ്റർ കഴിഞ്ഞു. മണി 5 മണിയായി. പക്ഷേ ഇന്ന് വെറും 400 കിലോമീറ്ററേ ക്രോസ് ചെയ്യാൻ പറ്റിയുള്ളൂ. എങ്കിലും നോക്കണം, ഒരു 100-150 കിലോമീറ്ററും കൂടി ഓടിക്കാൻ. 30 കിലോമീറ്ററായി കേരളത്തിൽ നിന്ന് പോന്നിട്ട്. ആകെ ഇപ്പോൾ ഒരു നല്ലൊരു ഹൈവേ റോഡ് കിട്ടി. ഇപ്പോൾ അതിൽ കൂടിയാണ് പോണത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ടോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മാംഗ്ലൂരുവിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയുടെ ബസ്സാണ് ഇത്. കാലാപ്പൂ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
ഉടുപ്പി എത്തി. മംഗളൂരു കഴിഞ്ഞ ശേഷം നല്ല ഹൈവേ റോഡായിരുന്നു. 90-100 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ സമയം 7:30 ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. ഇനി ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ നോക്കുവാണ്. അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടിൽ. കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക.